സംസ്ഥാനത്ത് 1,38,00,000 വനിതാ വോട്ടർമാരുണ്ട്. പുരുഷ വോട്ടർമാർ 1,32,00,000 മാത്രമേ വരുന്നുള്ളൂ. ആനുപാതികമായ പ്രാതിനിധ്യം നിയമസഭയിലും പാർലമെന്റിലും വനിതകൾക്ക് നൽകാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇത്തവണ നിയമസഭയിലേക്ക് 17 വനിതകൾ LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥികളായി 12 പേരും NDA സ്ഥാനാർത്ഥികളായി 14 പേരുമുണ്ട്. 1957-നും 2021-നും ഇടയിൽ നിയമസഭയിലെത്തിയ വനിതകളിലധികവും ഇടതുപക്ഷത്ത് നിന്നായിരുന്നു. 1957-ലെ ആദ്യ മന്ത്രിസഭയിൽ 6 വനിതകൾ ജയിച്ചു കയറിയപ്പോൾ KR ഗൗരിയമ്മ മാത്രം മന്ത്രിയായി. 2021-ൽ എത്തുമ്പോൾ 12 വനിതകൾ സഭയിലെത്തിയപ്പോൾ 3 പേർക്ക് മാത്രമാണ് മന്ത്രിയാകാനുള്ള ഭാഗ്യമുണ്ടായത്. 2026-ലെത്തിയിട്ടും വനിതാ പ്രാതിനിധ്യം പ്രബുദ്ധ കേരളമെന്ന് കൊട്ടിഘോഷിക്കുന്ന നാട്ടിൽ പ്രഹസനമായി തുടരുന്നു. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 69 വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിന് സംഭാവന ചെയ്യാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. മുന്നണികളിലെ ചെറുകിട കക്ഷികൾക്കെല്ലാം വനിതാ സ്ഥാനാർത്ഥികളോടുള്ള ഐത്തം ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയായാണ് കാലം രേഖപ്പെടുത്തിയത്. തുല്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. തുല്യതയ്ക്ക് വേണ്ടി നമ്മൾ നിയമനിർമ്മാണവും നടത്താറുണ്ട്. പക്ഷേ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് സ്ത്രീകൾ അപ്രസക്തരാവുന്നത് എങ്ങനെയാണ്? ഉത്തരം ലഭിക്കാൻ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുമോ? എസ് വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.